വരും മണിക്കൂറിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊച്ചിയിലും മഴ കനക്കുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചി സിറ്റിയിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് പെയ്ത മഴയിലാകട്ടെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബസ്സിന് മുകളിൽ മരം വീണുകൊണ്ട് ഡ്രൈവർ അടക്കം നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല വിവിധ ഇടങ്ങളിലായി മരം കടപുഴകി വീഴുകയും വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വിവിധ ജില്ലകളിലായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലാകട്ടെ ശക്തമായ മഴയിൽ ഇടുക്കിയിൽ കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിക്ക് മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീഴുകയും തുടർന്നുകൊണ്ട് വളരെ മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തതായും വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ലോറി സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മരം വീഴുന്നതും. ഇതിനിടെയാണ് അപകടം ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ആളുണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ മറ്റൊരു അപകടമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനും സാധിച്ചു. അതുപോലെ അടിമാലി കുമളി ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയും ചെയ്തു. കല്ലാർക്കുടി കാത്തിപ്പാറയ്ക്ക് സമീപം ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. അതുപോലെ തന്നെ കാർ പൂർണ്ണമായും തകർന്നെങ്കിൽ പോലും കാർ ഓടിച്ചിരുന്ന വ്യക്തിക്ക് യാതൊന്നും തന്നെ സംഭവിച്ചില്ല. നേരിയ പരിക്കുകൾ മാത്രമായി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് വീടുകൾ തകർന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലിന്റെ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണു. റൺവേയുടെ കിഴക്ക് വശത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകട ഭീഷണിയെ തുടർന്നുകൊണ്ട് മാറി താമസിച്ചിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നതും. അതുപോലെ കോഴിക്കോടും കണ്ണൂരും പാലക്കാടും മലപ്പുറത്തുമായി വിവിധ ഇടങ്ങളിലായി ശക്തമായ കാറ്റിൽ മരം വീണ് വീടുകൾ തകർന്നു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകോട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ തന്നെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഭൂതത്താൻകാട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആകെ 15 ഷട്ടറുകളാണ് ഡാമിനുള്ളത്. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടുകൂടി തന്നെ ഘട്ടം ഘട്ടമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 13 ഷട്ടറുകൾ തുറന്നിരുന്നു. ബാക്കി 2 ഷട്ടറുകളും കൂടെ ഇന്ന് തുറന്നിരിക്കുകയാണ്. അതേസമയം തീരത്തുള്ളവർക്ക് ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നതോടെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ഇപ്പോൾ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.